പിന്നെ ഇതിൽ ഇത് ഹിജറയിലെ നബി യൂസ് ചെയ്ത ഒരു ചെരുപ്പിൻ്റെ മോഡലാണ്, ഇത് ഒറിജിനലല്ല. അതുപോലെ തന്നെ രണ്ടാം ദിവസം ഒരു ടെൻറ്റിലേക്കാണ് വന്നിട്ട് അവിടെ അവർ ഗ്രാമീണ സ്ത്രീയാണ് ഉള്ളത്. അവർ നബിയോട് ചോദിക്കും ആരാണ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നബി പറയും നിങ്ങളൊരു യാത്രക്കാരാണ്, എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ കുടിക്കാനോ വല്ലതുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയും. അവരറിയും ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു വയസ്സായിട്ടുള്ള ഒരു ആട് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ എൻ്റെ ഭർത്താവ് കാലികളെയും കൊണ്ടിട്ട് മേയ്ക്കാൻ വേണ്ടി പുറത്തേക്ക് പോയതാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാലോ കാര്യങ്ങളൊന്നും തരാൻ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നബി അവരെ സമ്മതപ്രകാരം അവിടെ ഉണ്ടായിരുന്ന ഒരു വയസ്സായിട്ടുള്ള ആടിനെ തടവുകയും അതിൽ നിന്ന് ഒരുപാട് പാല് കറക്കുകയും കുടിക്കുകയും പിന്നീട് അവർക്ക് വലിയൊരു പാത്രം നേരെ അവർക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഉമ്മുബാബതയിൽ നിന്നാണ് നബിസ്വല്ലല്ലാഹുവിന്റെ രൂപത്തെ പറ്റിയിട്ടും താടിയെ പറ്റിയിട്ടും മുടിയെ പറ്റിയിട്ടും സംസാരത്തെ പറ്റിയിട്ടും ഒക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അന്ന് അവർ മുസ്ലിം അല്ല, പിന്നീട് അവർ മദീനയിലേക്ക് വന്നിട്ട് പിന്നെ ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉമ്മുബാബതയുടെ ഭർത്താവ് അദ്ദേഹം വന്ന സമയത്ത് ഇവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് പാലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ ഉമ്മുബാബത പറയും ഇവിടെ ഒരു അനുഗ്രഹീതനായിട്ടുള്ള ഒരു വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു, അദ്ദേഹമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ അദ്ദേഹം പറയുകയാണ് ഇതാണ് ചിലപ്പോൾ മക്കാരെ അന്വേഷിക്കുന്ന ആ ഒരു വ്യക്തി എന്ന് അദ്ദേഹം സ്വയം പറയാം. അങ്ങനെ രണ്ടാമത്തെ ദിവസം തന്നെയാണ് സുറാഖ് മാലിക് എന്ന് പറയുന്ന ഒരു ഡെസേർട്ട് ഹണ്ടർ നബിയെ പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. കാരണം ഈ ഒരു ഹിജറയിൽ നബിയെ കാണുന്ന ഒരു ശത്രുവശത്തുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് സുറാഖ് മാലിക്കാണ്. അദ്ദേഹം നബിയുടെ അടുത്തെത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുതിരയുടെ കാല് എന്താ പറയുക പടം പറഞ്ഞ് അത് 2 പ്രാവശ്യം വീണ് പോകും. 3ാമത്തെ പ്രാവശ്യവും അദ്ദേഹം ട്രൈ ചെയ്യുന്ന സമയത്ത് മണലിൽ കാല് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം നബിയോട് സഹായിക്കാൻ വേണ്ടി പറയാണ്, കാരണം മരുഭൂമിയാണ്, ആരുമില്ല, രക്ഷപ്പെടുത്താനൊന്നും ഒരു വ്യക്തി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നബിസ്വല്ലല്ലാഹു അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ അദ്ദേഹം നബിയോട് ഓഫർ ചെയ്യും, എൻ്റെ ഭക്ഷണവും വെള്ളമൊക്കെ ഞാൻ തരാം, എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറയും. അപ്പോൾ നബി പറയും നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്, ഭക്ഷണവും കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട. അങ്ങനെ നബി അദ്ദേഹത്തിനോട് പിന്നെ ഈ ഖുറൈശി നിങ്ങൾ പോകുന്ന റൂട്ടിൽ ഖുറൈശികൾ വരുന്ന സമയത്ത് അവരോട് പറയണം ഇവിടെ ആരും ഇതിലായി പോയിട്ടില്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടി ആവശ്യപ്പെടും. അങ്ങനെ അദ്ദേഹം അത് എഗ്രി ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തെ അവിടുന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യും. പിന്നീട് അദ്ദേഹത്തിനോട് ഒരു സന്തോഷ വാർത്ത നബി അറിയിക്കുകയാണ്. അതായത് അന്നത്തെ പേർഷ്യൻ രാജാവായിട്ടുള്ള കിസ്റന്റെ കിരീടം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലെ വള നിങ്ങൾക്ക് അണിയിക്കപ്പെടുന്നതിനെ പറ്റിയിട്ട് ഒരു സന്തോഷ വാർത്ത അറിയിക്കപ്പെടും. അന്ന് പേർഷ്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കിങ്ങാണ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അല്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്രയും ഏറ്റവും വലിയൊരു കിങ്ങാണ് പേർഷ്യയിലെ കിസ്റ എന്ന രാജാവ്. അങ്ങനെ അദ്ദേഹം ഇത് എഴുതി തരാൻ വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഒരു എല്ലിന്റെ ഭക്ഷണത്തിന്റെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകനായിട്ടുള്ള അബ്ദുള്ളയും അതുപോലെ തന്നെ ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തെയായിട്ടുള്ള അസ്മാ റളിയല്ലാഹുവാണ് ഇവിടെ വരുന്നത്. അതായത് നബിക്കുള്ള ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അവരാണ് വരുന്നത്. പിന്നെ മക്കയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് അദ്ദേഹം സെർച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം, അതായത് ഖുറൈശികളൊക്കെ ഈ ഒരു റൂട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുന്നതെന്ന് ഉറപ്പിച്ചതാണ്. ഇവിടേക്കാണ് അവർ ആദ്യം എല്ലാ ഭാഗത്തും സെർച്ചിങ്ങിന് പോയത്. നബി ആദ്യം അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വന്നത്. ശേഷം ഈ ഒരു പാരലായിട്ടുള്ള റൂട്ടിലാണ് സഞ്ചരിക്കുന്നത്. കാരണം ഇവിടെ 4 ആൾക്കാരാണ് നബിയുടെ കൂടെ യാത്രക്കുണ്ടായിരുന്നത്. അത് നബിയുടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വേലക്കാരനായിട്ടുള്ള ആമിർ എന്ന് പറയുന്ന അദ്ദേഹം, പിന്നീട് അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന മക്കയുടെ ഭൂപ്രകൃതി കംപ്ലീറ്റ് അറിയാവുന്ന ഒരു ഗൈഡാണ്. അപ്പോൾ അദ്ദേഹമാണ്. അങ്ങനെ 4 ആൾക്കാരായിട്ടാണ് അവർ യാത്ര പോകുന്നത്. അപ്പോൾ ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒറിജിനൽ ആയിട്ടുള്ള അവർ യാത്ര ചെയ്ത റൂട്ടുകളാണ്. ഇങ്ങനെയാണ് പൂർവ്വം ഇങ്ങനെ ഉണ്ടാവുക. അത്രയും ചെറുതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ ഉള്ളിൽ കയറിയില്ല, ആ ഉള്ളിന്റെ ഏറ്റവും ടോപ്പിലുള്ള, അതായത് സീ ലെവലിന് ഏകദേശം 750 മീറ്റർ മുകളിലാണ്. ഈ ഒരു ലെവലിലാണ് വെള്ളം വഴിയുന്നത്. നോർമലി നമ്മൾ 1.5 മണിക്കൂർ യാത്ര ചെയ്യുന്നു ഇതിന്റെ മുകളിലേക്ക്. ഇപ്പൊ അവിടെ ഭയങ്കര പ്രൊജക്റ്റ് ഒക്കെ വരുന്നുണ്ട്. അത് വാഹനത്തിൽ ഏകദേശം പകുതി വരുമ്പോൾ വന്നിട്ടാവുന്ന രീതിയിൽ
മൂന്നാമത്തെ ദിവസം പണ്ടുള്ളവർ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. എല്ലാം മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയത്. മൊറാബ്ബിയൻ കിങ്ഡംസ്.
നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും സാധനങ്ങൾ, ഇത്രയും വർഷം പഴക്കമുള്ള സാധനങ്ങളൊന്നുമില്ല. ഇതൊക്കെ പണ്ട് കൊത്തി വെച്ചിട്ടുള്ളതാണ്. എന്ത് എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ലേ? അതൊക്കെ അന്നത്തെ ഭാഷ. എന്തോന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇംഗ്ലീഷ് അക്ഷരമൊക്കെ തിരിച്ചിട്ടത് കണക്കൊക്കെ ഉണ്ട്. earliest variety. ഇതെന്താ സാധനം? ഇത് ഉൽക്കയാണ്. ഫൗണ്ട് ഇൻ MD കോട്ടൺ, ഈജിപ്റ്റ്. വാഷ് ചെയ്യരുതെന്നാ പറഞ്ഞേക്കുന്നത്. കല്ലുകൾ, ഇഗ്നിയസ് റോക്ക്. ഇത് ദിനോസറിൻ്റെ അസ്ഥി കൂടും. ഇതാണ് എലിഫൻറ്റിൻ്റെ ഏറ്റവും സെക്കൻഡ് ഫോമാണിത്. സെക്കൻഡ് ആയിട്ടുള്ള എലിഫൻ്റ് ഉള്ളത്. സെക്കൻഡ് ഫോം ഇത് മാസ്റ്റർ എന്ന അതിൻ്റെ പേര്. ഇവിടെ അറേബ്യൻ ആൻഡ് അൽസറാർ ഏരിയ ഇൻ ദ ഈസ്റ്റേൺ. എലിഫൻ്റ് തസ്തി, എലിഫൻറ്റിൻ്റെ കൊമ്പും. ഇതെന്താ സാധനം? അതിൻ്റെ ഓലെ തുമ്പിക്കയുടെ സാധനം. 17 മില്യൺ ഇയേഴ്സിന് മുമ്പ് സാധനം ഇത്. 17 മില്യൺ